എങ്ങനെ കോസ്റ്റ്യൂംസ് ഒക്കെ ചൂസ് ചെയ്യുന്നൊക്കെ ചേച്ചി തന്നെയാണോ? അതായത് ആദ്യം നമ്മൾ കാലിന്റെ കാര്യമല്ലേ പറഞ്ഞത്, അവിടുന്ന് തുടങ്ങാം. ഓക്കെ. എന്റെ കാലിൽ കിടക്കുന്ന ആ ഒരു നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതൊരു ദൈവികമായിട്ടുള്ള ഒരു സാധനം. ഞാൻ ചെന്നൈയിൽ എന്റെ ജീവിതം തുടങ്ങുന്നത് 87-ലാണ്. അവിടെ കാപ്പ് എന്നതിന് പറയും. കാപ്പ് ഇവിടുത്തെ കാപ്പല്ല, ഇവിടുത്തെ കാപ്പ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ കാപ്പ് മറ്റേ തള പോലെ അത് തളയാണ് ശരിക്ക്. ഇത് കാപ്പാണ്. ഈ കാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പാദസരത്തിന്റെ കുറച്ച് മുകളിലായിട്ട് ആ കണങ്കാല അങ്ങനെ കിടക്കും. അതാണത്. ഇത് ഏകദേശം 40 വർഷത്തോളായിട്ട് ഇടുന്നത്. അതിന്റെ അടിയിലൊക്കെ കണ്ടത് എനിക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ കെട്ടിവെക്കുന്നതാ. പിന്നെ ചോദിച്ചത് ഡ്രസ്സ്. ഏകദേശം ഒരു 10-18 വർഷമായിട്ട് റെഡിലോട്ട് മെല്ലെ മെല്ലെ മാറിയത്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. തെയ്യത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. മുത്തപ്പൻ, തെയ്യം എല്ലാം. എന്റെ പൊന്നിയത്ത് തറവാട് കണ്ണൂര് പൊന്നിയത്തെ വീട്ടിലെ ഒരു ചേകവത്തി തന്നെയാണ് ഞാൻ. 10-20 വർഷമായിട്ട് എപ്പോഴും സ്വപ്നങ്ങളിലെ അമ്മയുടെ ആ ചുവന്ന വസ്ത്രം നമ്മളെങ്ങനെ ഒരു ലഹരി പോലെ കൊണ്ട് നടക്കും. അതൊരു ഇഷ്ടം. ആ ഒരു ഡ്രസ്സ് നമ്മളിലൂടെ ഇങ്ങനെ രാത്രി സ്വപ്നത്തിലായാലും അല്ലാത്തപ്പോഴും നമ്മളൊരു തെയ്യം, കുഞ്ഞിലെ മുതൽ ഞാൻ തെയ്യം കാണാൻ പോകുന്നത്. ചെണ്ടപ്പുറത്ത് കോലിട്ടാൽ ആ ശബ്ദം കേട്ട എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടും. അത് കണ്ണൂർ കനകത്തൂർ കാവിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പോയിട്ടുള്ളത്. അതിന്റെ അടുത്താണ് ഞങ്ങളുടെ വീടും.